ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് വൈറ്റ് സോസ് കൊണ്ട് ഉണ്ടാക്കുന്ന മക്രോണീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോയാലോ? അപ്പം മക്രോണീസ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് മക്രോണീസ് പോളയുടെ റെസിപ്പിയിൽ. പക്ഷെ ഞാനൊന്നുകൂടി പറഞ്ഞു തരാം. ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാത്രത്തിൽ അരഭാഗം വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മക്രോണീസ് ചേർക്കാം. ഞാനിവിടെ 1 കിലോ മക്രോണീസാണ് എടുത്തിട്ടുള്ളത്. മക്രോണീസ് 10 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. വെന്ത പാട് തന്നെ നമുക്ക് മക്രോണീസ് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയെടുക്കാം. ഇനി അടുപ്പത്തോട്ട് നമുക്ക് വേറൊരു പാന് വെക്കാം. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 2 സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവാള നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ക്യാബേജ്, 1/4 കപ്പ് ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കവും ക്യാബേജും ക്യാരറ്റും ഒക്കെ ചെറുതായി അരിഞ്ഞിട്ടാണ് നമ്മൾ ചേർക്കേണ്ടത്. ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് പൗഡേഴ്സ് ചേർക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 1/2 ടീസ്പൂണ് വറ്റൽ മുളക് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കണം. ഞാൻ ബോൺലെസ് ചിക്കന് ചെറുതായി മുറിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാല പൗഡറിൽ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കനാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചിക്കൻ വേവിച്ച വെള്ളവും നമ്മൾ മാറ്റി വെക്കേണ്ടതാണ്. 1/2 കപ്പ് വെള്ളമാണ് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്തോട്ട് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർക്കാം. ബട്ടർ ഇവിടെ നല്ലവണ്ണം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദ ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർക്കാം. 1/2 കപ്പ് പാലാണ് ചേർക്കേണ്ടത്. പാല് ചേർത്ത പാട് തന്നെ പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ ചേർക്കേണ്ടത്. അങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്ക് വൈറ്റ് സോസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെറിയ തീയിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാലൻ്റെ ഉള്ളിൽ നമ്മൾ മക്രോണീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസും കൂടി അതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനില്ലേ, അതിൻ്റെ വെള്ളമില്ലേ, അത് 1/2 കപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 5 മിനിറ്റ്സ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം.
അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മക്രോണീസ് വിത്ത് വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഫാമിലീസുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും വെറൈറ്റി റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.